Stop the car. കുട്ടി Stop the car. അല്ല ഞാൻ കാര്യം പറയട്ടെ. Shut up. Get down. പുറത്തിറങ്ങാനാ പറഞ്ഞത്. അത് മനസ്സിലായി. എന്താ കാര്യം? Get down. ഇറങ്ങാം. ഞാൻ തന്നെ ഓടിക്കാം. എന്റെ ഫസ്റ്റ് ട്രിപ്പാണേ. പ്ലീസ്. എന്നാ അങ്ങ് കൊണ്ട് ചെല്ലേ. ഈ നാട്ടിൽ കോടതിക്കും പോലീസിന് ക്ഷാമമൊന്നുമില്ലല്ലോ. നിന്നെ അവന്മാരെ ഞാൻ കോടതി കയറ്റും. പട്ട പകലല്ലേ കള്ളക്കടത്ത്. തൊണ്ടി സാധനം എന്റെ കയ്യിലുണ്ടേ. നീ കാറും തിരിച്ചു തരും, എന്റെ കാലാളും വീഴും. നോക്കിക്കോ. GOPIKVARMA ഗോപിക വർമ്മ. അലവലാതി. തനിക്ക് എന്താ വേണ്ടേ? ഇവിടെ തനിക്ക് എന്താ വേണ്ടെന്ന്? ഇവര് മലയാളം അറിയില്ല ബോസ്. കൂടുതൽ നിന്നാ കുഴപ്പമാ. നമുക്കങ്ങ് പോവാം. Move up. പട്ടാപ്പകൽ കനത്ത പോലീസ് കാവലുള്ള സ്ഥലത്ത് വെച്ചാണ് മിസ് ഗോപിക വർമ്മയെ അവർ തട്ടിക്കൊണ്ടുപോയത്. അതിന് നേതൃത്വം കൊടുത്തതോ വെറും ഒരു ടാക്സി ഡ്രൈവർ. എന്നിട്ടും കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ ഒരു ചെറു വിരലെങ്കിലും അനക്കിയോ നിങ്ങൾ? അമ്മായിയപ്പന്റെ കാരുണ്യം കൊണ്ട് കാക്കിക്കുപ്പായം കിട്ടിയ പലർക്കും ഗൗരവമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഗോഷ്ഠി കാണിക്കാൻ തോന്നും. ഈ ഡിപ്പാർട്ട്മെന്റ് ഗതികേടെന്ന് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. സാർ, ഒരു നീഗ്രോ കൂടി ആ പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. പറയപ്പെടുന്നതല്ല, സംഭവിച്ചതാണ്. ലണ്ടൻ മുതൽ ഇവിടം വരെ മിസ് ഗോപിക വർമ്മയെ പിന്തുടർന്ന ബോൺ ക്രിമിനലാണ് അയാൾ. ആ കുട്ടിയുടെ അച്ഛനെയും അമ്മയെയും അവിടെ വെച്ച് കൊലപ്പെടുത്തിയ ഇന്റർനാഷണൽ കില്ലർ. അണ്ടർസ്റ്റാൻഡ്? എയർപോർട്ട് കുട്ടിച്ചോറാക്കിയതിനു ശേഷമാണ് അവൻ പുറത്തു കിടന്നത്. പോലീസ് വായും പൊളിച്ച് നോക്കിയെന്നതേ ഉള്ളൂ. മാത്രമോ അയാളെ പിടിക്കാനുള്ള ഒരു ശ്രമവും നിങ്ങൾ ആരും ഇതുവരെ നടത്തിയിട്ടില്ല. സാർ, ഇയാൾക്ക് എന്താ വേണ്ട? സാർ, സംഭവം നടന്നിട്ട് 2 മണിക്കൂറിലായുള്ളൂ. ഓ, ദാറ്റ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ്. അണ്ടർസ്റ്റാൻഡ്? നിങ്ങളാരും ഒരു ചുക്കും ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ ഒരു കാര്യം സാധിച്ചു. ഞാൻ ആ കാർ കണ്ടെത്തിയിട്ടുണ്ട്. ഗോപിക വർമ്മയെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ടാക്സി. എത്രയും പെട്ടെന്ന് ഞങ്ങളത് പരിശോധിച്ച് തെളിവുകൾ കണ്ടെത്താം സാർ. ഇക്കാര്യത്തിൽ നിങ്ങളുടെ കഴിവിൽ വളരെ വിശ്വാസമുള്ളത് കൊണ്ട് ഞാൻ ആ ജോലി മറ്റു ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആ കാറിൽ നിന്നും കിട്ടിയതാണ് സാർ. കുറ്റവാളി ഒരു കൊപ്ര മുതലാളിയാണ്. സാർ, ഓരോരുത്തന്മാർ രാവിലെ ഓരോന്നായിട്ട് വന്നോളൂ. സോറി, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. സാർ, ഞാനൊരു വണ്ടി വാങ്ങി സാർ. നല്ല കാര്യം. ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് സാർ വണ്ടി വാങ്ങിയത്. വളരെ നല്ല കാര്യം. സാർ, ആ വണ്ടി ഒരു കള്ളക്കടത്തുകാർ തട്ടിക്കൊണ്ടുപോയി സാർ. വളരെ വളരെ നല്ല കാര്യം. സാർ, എടോ, ഇവിടെ ഒരു പെണ്ണിനെ തന്നെ തട്ടിക്കൊണ്ടു വരിക. അപ്പോഴാ തന്റെ ഒരു വണ്ടി. ഞാൻ ഒരുപാട് പട്ടിണി കിടന്ന് വാങ്ങിയതാണ് സാർ. അത് ഞാനെന്ത് വേണോ? സാർ, ആ കാറാണ് എന്റെ ചോറ്. കണ്ണീരിന് പകരം കുറെ ചില്ലറയും ഒരു പരാതിയും കൊണ്ടുപോവാ. അന്വേഷിക്കാം, സൗകര്യം കിട്ടുമ്പോ. അയ്യോ സാർ. സാർ, ഇതും ആ കാറിൽ നിന്ന് കിട്ടിയതാണ് സാർ. കുറ്റവാളിക്ക് പഞ്ചാര കച്ചവടമുണ്ട്. സാർ, ഇത് പഞ്ചസാരയല്ല, ബ്രൗൺ ഷുഗർ ആണ്. ഓ, അപ്പോ അവന് മയക്കുമരുന്ന് കച്ചവടമാണ് ജോലി. അയ്യോ സാർ, പട്ടി വല്ലാതെ കുരയ്ക്കുന്നുണ്ടല്ലോ. സാർ, സാറ് വളർത്തുന്നതാണോ അതോ തെരുവ് പട്ടിയാണോ സാർ? പേടിക്കണ്ട, അവനൊന്നും ചെയ്യില്ല.
പോലീസായെന്ന് പേരേ ഉള്ളൂ. സാർ, ആ കാറിന്റെ RC ബുക്കും അവന്റെ ലൈസൻസും ആണ് സാർ. കണ്ട നല്ല വീട്ടിലെ പയ്യൻ. പണി പെണ്ണിനെ തട്ടലും ബ്രൗൺ ഷുഗർ വിൽപ്പനയും. അയ്യോ, എന്റെ ലൈസൻസ്! അയ്യോ സാർ, എന്റെ കാറ്! അവനെ കൈ കിട്ടട്ടെ. സാർ തന്നേരെ, ഇനി കേസും പരാതി ഒന്നുമില്ല. താനെന്താ ചെലക്കണേ? ലൈസൻസും കാറും എന്റെയാ. തന്നേരെ. ഇടോ, ഇത് തന്റെ അല്ല, ആ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി പൂഴ്ത്തി വെച്ചിരിക്കുന്ന ബ്രൗൺ ഷുഗറിന്റെയാ. വാദി പ്രതിയായോ? പ്രതി പ്രതി ഇല്ല, വേണു ഒരിക്കലും ഒരു പെൺകുട്ടിയെയും തട്ടിക്കൊണ്ടു പോവില്ല. നിർഭാഗ്യവശാൽ തെളിവുകൾ മറിച്ചാണല്ലോ മദർ. സർ, 28 വർഷം മുമ്പ് ലോകം എന്തെന്നറിയാത്ത കുരുന്നായിരുന്നപ്പോഴാണ് ഞാൻ വേണുവിനെ ആദ്യം കാണുന്നത്. നിസ്സഹായായ ഏതോ പാവം പെൺകുട്ടി ഉപേക്ഷിച്ച് ആ കുഞ്ഞ് ഈ അനാഥാലയത്തിന്റെ മുറ്റത്ത് കിടന്ന് ഏങ്ങി കരയുകയായിരുന്നു. അന്ന് അവനെ ആദ്യം വാരിയെടുത്തത് ഞാനാണ്. പിന്നെ ഈ കൈകളിൽ കിടന്ന് എന്റെ സ്വന്തം മകനെപ്പോലെയാണ് അവൻ വളർന്നത്. തിന്മയും കാപട്യവും അവനെ തീണ്ടിയിട്ടില്ല. കളിയായി പോലും അവനൊരു കള്ളം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ആ വേണു ഒരിക്കലും ഇത് ചെയ്യില്ല. അവന് മനസ്സ് വരില്ല. ഐ ആം നോട്ട് ഡിസഗ്രീയിങ് വിത്ത് യു മദർ. ഒരുപക്ഷെ വേണു തെറ്റുകാരനല്ലായിരിക്കാം. എന്നാലും എനിക്ക് അന്വേഷണം നടത്തിയേ പറ്റൂ. ദാറ്റ് ഇസ് മൈ ഡ്യൂട്ടി. ഓടിവാ ഓടിവാ. മോളെ, അതിനെന്താ, ഇന്ന് അങ്കിള് ഒരു ഉഗ്രം കഥ പറഞ്ഞിരുന്നു. അതൊക്കെ ഞാൻ പിന്നെ പറയാം. മദർ എവിടെ? പിടിക്കവനെ പിടിക്കവനെ. Now I am disagreeing with you, mother. ഗോപികയെ തട്ടിക്കൊണ്ടുപോയതും മയക്കുമരുന്ന് കടത്തിയതും ഒക്കെ അവനാണെന്ന് ഇപ്പൊ മദറിന് മനസ്സിലായല്ലോ. അല്ലെങ്കിൽ അവൻ എന്തിനു ഓടണം? ഓർത്തോ, എന്റെ കയ്യിൽ കിട്ടിയ പിന്നെ അവനെ ജീവനോടെ കാണില്ല ആരും. പരിശുദ്ധമായ ചന്ദനം. Hands up. പിടി പിടി. നില്ല്. ഒരു പ്രത്യേക അറിയിപ്പ്. ഈ ഫോട്ടോയിൽ കാണുന്ന വേണുഗോപാലകൃഷ്ണൻ എന്ന ടാക്സി ഡ്രൈവർ ഇന്ന് രാവിലെ എയർപോർട്ടിൽ നിന്ന് വരികയായിരുന്ന ഗോപിക വർമ്മ എന്ന യുവതിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. വയസ്സ് ഉദ്ദേശം 28, പൊക്കം 5 അടി 10 ഇഞ്ച്, ഇരുനിറം, വെള്ള ഷർട്ടും പാൻസും ധരിച്ചിട്ടുണ്ട്. ഒരു അന്തർദേശീയ മയക്കുമരുന്ന് കച്ചവട സംഘവുമായി ഇയാൾക്ക് ബന്ധമുള്ളതായും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക. വിവരം നൽകുന്നവർക്ക് 50,000 രൂപ പ്രതിഫലം നൽകുന്നതാണെന്ന് പോലീസ് കേന്ദ്രങ്ങൾ അറിയിക്കുന്നു. അടുക്കരുത്, ആരും അടുക്കരുത്, കൊന്നുകളയും ഞാൻ. ഈ നാട്ടിൽ നീതി നിയമമൊന്നും ഇല്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അവളെന്റെ കാറ് തട്ടിക്കൊണ്ടുപോയത്? എന്നിട്ടിപ്പൊ കള്ളനായത് ഞാൻ. എല്ലാവരും കൂടി കള്ളനാന്ന് പറഞ്ഞാ ഞാൻ കള്ളനാവോ? ഇങ്ങനെയാണെങ്കിൽ ഈ രാജ്യം ഒരിക്കലും നന്നാവൂല. ആ കുഞ്ഞിനെ പറ. ഞാൻ ആരെയും കൊന്നിട്ടില്ല. പക്ഷെ ആ എന്നെ കൊണ്ട് നിങ്ങൾ കൊല്ലിക്കരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ആരെയും കിഡ്നാപ്പ് ചെയ്താ ഇങ്ങനെ ഇറങ്ങി നടക്കുവോ? മനുഷ്യനായ വിവരം വേണോടോ? പട്ടി. സോറി മോളെ.
കോമരങ്ങൾ തുള്ളവേ ചിന്തകത്തോ ചിലമ്പണിഞ്ഞു വാളെടുത്ത് കോമരങ്ങൾ തുള്ളവേ കാവൽ ദൈവങ്ങളെ പോകാനിടം തരൂ വാനം പാടി പോലെ ദൂരെ ദൂരെ തിന്തകത്തോ ചിലമ്പണിഞ്ഞു വാളെടുത്ത് കോമരങ്ങൾ തുള്ളവേ ചെങ്കനൽ താഴെ വീണടിഞ്ഞ മൺകുടി കാറ്റിൽ പെയ്തു വീണ ചെങ്കനൽ താഴെ വീണടിഞ്ഞ മൺകുടി തീ പിടിച്ച നാട്ടിലിന്നു വീണ വായന ചെത്തിമാല ചേറിയിട്ട സന്ധ്യയിൽ ആടാ തെയ്യങ്ങളാടാ ഒരു നാട്ടിക്കാവിൽ ആടാ തെയ്യങ്ങളാടാ തിന്തകത്തോ ചിലമ്പണിഞ്ഞു വാളെടുത്തു കോമരങ്ങൾ തുള്ളവേ കാവൽ ദൈവങ്ങളെ പോകാനിടം തരൂ വാനം പാടി പോലെ ദൂരെ ദൂരെ മണ്ണിലെ തോരിൽ പോയി മുഖങ്ങളാടവേ നേരിൻ ചോര വീണ മണ്ണിലെ തോരിൽ പോയി മുഖങ്ങളാടവേ ചങ്കുടഞ്ഞ നെഞ്ചിലിന്നു പ്രാണവേദന കണ്ണുനീരു വീണുറഞ്ഞ സന്ധ്യയിൽ സ്നേഹം പോയ തീരം തേടും കാരുണ്യദീപം സ്നേഹം പോയ തീരം കാരുണ്യദീപം ഇതാ ശാന്ത സൗമ്യഗാനമന്ത്രം അവളവിടെ എന്നെ തല്ലല്ലേ എനിക്ക് അറിഞ്ഞുകൂടാ I won't harm you. Give her back. I love her. I want to marry her. Tell me, where is she? Sir, I am innocent. I don't know where she is. സായിപ്പ് ഇവന് ഒരുമിച്ച് പഠിച്ചതാണെന്ന് തോന്നുന്നു ബോസ്. അവനെ എങ്ങനെ ഇടിക്കുന്നില്ല. യുവമാർക്ക് ഇംഗ്ലീഷ് അത്ര പിടിയില്ലേ. This is my last warning. Give her back or I'll kill you. സായിപ്പ് എന്താ പറഞ്ഞത്? ഞാനത് പറയില്ല. പറ. സായിപ്പ് എന്താ പറഞ്ഞത്? പെണ്ണിനെ കൊടുത്താൽ സായിപ്പനെ ഇവിടുന്ന് രക്ഷപ്പെടുത്തും, സ്വത്തും എനിക്ക് തരും. ഇടയ്ക്ക് അവൻ കില്ലെന്ന് പറഞ്ഞില്ലേ? കില്ലെന്ന് പറഞ്ഞ കൊല്ലുക എന്നല്ലേ? അത് കില്ല്, ഇത് കുല്ല്. കില്ലെന്ന് പറഞ്ഞാൽ കൊല്ലുക, കുല്ലെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തുക. കില്ലെന്ന് പറഞ്ഞ രക്ഷപ്പെടുത്തുക. ഓ